ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന 1200 cc ഉള്ള അടിപൊളി ഒരു ക്രൂസർ ബൈക്കുമായിട്ടാണ്. ട്രംഫിന്റെ സ്പീഡ് മാസ്റ്റർ 1200 റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡ്രീം ക്യാച്ചർ DCBയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ 1200 cc 2 സിലിണ്ടറുള്ള ഒരു അടിപൊളി ബൈക്കാണ് ഇത്. പാരലൽ ടിൻ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായിട്ട് കണ്ടുപോകാം. ഇതിന് ശേഷം എഞ്ചിൻ്റെ കാര്യങ്ങളും പവറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് മുൻഭാഗത്ത് നിന്ന് എന്നത്തെ പോലെ തുടങ്ങാം. മുൻഭാഗത്ത് നല്ല അടിപൊളിയായിട്ടൊരു ഹെഡ് ലാംപ്സ് വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഡീറ്റെയിലിംഗ് നമുക്ക് കാണാൻ പറ്റും. DR നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇത് ട്രംഫിൻ്റെ ബാഡ്ജ്, സാധാരണ ട്രംഫിൻ്റെ ബൈക്കിൽ ഇതേപോലെ ബാഡ്ജിങ് വരാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുള്ളി LED ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് ആണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഹെഡ് ലാംപ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് പറയുകയാണെങ്കിൽ LED ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇനി മുന്നിലത്തെ ഫ്രണ്ട് സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ ഷോവ കാറ്റേജോട് കൂടിയുള്ള ഫ്രണ്ട് സസ്പെൻഷൻ 47 mm ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഡുവൽ ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. അത് 310 mm വലിയ ഡയമീറ്ററുള്ള ഡിസ്ക് ബ്രേക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഡുവൽ ചാനൽ ABSഉം വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടയർ സൈസ്, മുൻഭാഗത്തെ ടയർ സൈസ് പറയുകയാണെങ്കിൽ 19B60 എന്നൊരു ടയർ സൈസാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മുടെ സാധാരണ ഇന്ത്യൻ ബൈക്സിനൊന്നും വരാത്ത രീതിയിലുള്ളൊരു ടയർ സൈസാണിത്. അതുപോലെ തന്നെ മുൻഭാഗത്ത് നിന്നുള്ള ലുക്ക് പറയുകയാണെങ്കിൽ നല്ല വൈഡായിട്ടുള്ള ലുക്കാണ് മുൻഭാഗത്ത് വന്നിട്ടുള്ളത്. പിന്നെ ക്രൂസർ ബൈക്കിൻ്റെ രീതിയിലുള്ള ഡിസൈനിങ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ചെറിയൊരു മീറ്റർ മുൻഭാഗത്ത് ജസ്റ്റ് ചെറിയൊരു പോർഷൻ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഈ ഒരു ലിവർ, ഗിയർ ലിവ്, അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ ലിവറൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോൾ പറയുന്നേ ഉള്ളൂ. ഇനി നമുക്ക് നേരം പിൻഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന വലിയൊരു റേഡിയേറ്ററാണ്. ഇത് ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. 1200 cc 8 വാൾവുള്ള ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണിത്. അതും പാരലൽ ടിൻ എഞ്ചിനാണ് ഇത് വന്നിട്ടുള്ളത്. 2 സിലിണ്ടറാണ് ഇതിൽ വരുന്നത്. അതിൻ്റെ പവർ വരുവാണെങ്കിൽ 78 bhp 6100 RPM അതുപോലെ തന്നെ ടോർക്ക് വരുവാണെങ്കിൽ 106 Nm ടോർക്ക് 4000 RPM വരുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യനിലെ ഒരു കാറിൻ്റെ രീതിയിലുള്ള എഞ്ചിനും അതുപോലെ തന്നെ പവറും ഒക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയൊരു കീ ഹോൾ കാണാൻ പറ്റും. ഇത് നമുക്ക് ഹാൻഡിൽ ലോക്ക് ചെയ്യാനുള്ള ഒരു കീ ഹോളാണ്. സാധാരണ ക്രൂസർ ബൈക്കിൽ വരുന്ന രീതിയിലുള്ള ഒരു കീ ഹോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പിൻഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ 12 ലിറ്റർ ആയിട്ടുള്ള ടാങ്കാണ് വന്നില്ല. അതിൽ ട്രംഫിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ, നേരത്തെ പറഞ്ഞ ഇത്രയും വലിയൊരു എഞ്ചിൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇത് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് പിൻഭാഗത്തേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് പോവാം. പിൻഭാഗത്തെ സസ്പെൻഷൻ പറയുകയാണെങ്കിൽ മോണോഷോക്ക് ആയിട്ടുള്ള സസ്പെൻഷൻ വന്നിട്ടുണ്ട്. പിന്നെ ടയർ സൈസ് വരുവാണെങ്കിൽ 150, 80, 16 സൈസിലുള്ള ടയറാണ് പിൻഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിൻഭാഗത്ത് ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്കിന് 255 mm ഉള്ള വലിയ ഡിസ്ക് പ്ലേറ്റും പിൻഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ബോൺവില്ലേൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോൺവില്ല സീരീസിൽ വരുന്നതാണ്. സ്പീഡ് മാസ്റ്റർ 1200 ആണിത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഞ്ചിൻ്റെ സ്പെക്കുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓരോന്നായി കണ്ടുപോകാം. പിന്നെ നമ്മൾ എഞ്ചിൻ്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് ഇതിന് സെൽഫ് സ്റ്റാർട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഇവിടെയാണ് ഇതിൻ്റെ കീ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ആ ക്രൂസർ ബൈക്കിനൊക്കെ കുറച്ച് പ്രീമിയം ആയിട്ട് രീതിയിൽ ഇവിടെയാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്കിത് ഇവിടെ ഒരു സൈലൻസർ കാണാൻ പറ്റും. ഇതും ഡുവൽ സൈലൻസറാണ് വന്നിട്ടുള്ളത്. ഇതേ സെയിം സൈലൻസർ മറുഭാഗത്തും വന്നിട്ടുണ്ട്. ഡുവൽ സൈലൻസറാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് ഞാൻ കേൾപ്പിച്ച് തരാം. അതുകൊണ്ട് ഇതിൻ്റെ ഗിയർ ബോക്സ് 6 സ്പീഡ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ് വന്നിട്ടുള്ളത്. സ്പീഡ് ഏകദേശം ഒരു 3ാമത്തെ ഗിയറിൽ തന്നെ 80 മുകളിലേക്ക് പോകേണ്ട രീതിയിലുള്ളൊരു ബൈക്കാണിത്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി പിൻഭാഗത്ത് ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ മിനിമലായിട്ട് നല്ല നൈസായിട്ട് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ പ്രീമിയം ആയിട്ട് നമുക്ക് ഫീലും ചെയ്യുന്നുണ്ട്. അതും LED ആയിട്ടാണ് മുൻഭാഗത്തും വന്നിട്ടുള്ളത്. പിന്നെ വലിയ ടയർ 150 വലിപ്പമുള്ള 150, 80, 16 സൈസിലുള്ള വലിയ ടയറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു റിഫ്ലക്ടറും ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പവറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതിൽ പറയാനുള്ളത് വെച്ചാൽ 2 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. റോഡും റെയിനും, അങ്ങനെ 2 ഡ്രൈവിംഗ് മോഡ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സീറ്റ്സൊക്കെ നല്ല അത്യാവശ്യം നല്ല കുഷനായിട്ടുള്ള സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്തെ സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം സേഫാന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും പവർ വരുന്നുണ്ട്. നമ്മൾ വണ്ടി മൂവ് ചെയ്യുമ്പോൾ തന്നെ പിന്നിലിരിക്കുന്ന ആൾ പിന്നിലേക്ക് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്കിതൊന്ന് ഇരുന്ന് നോക്കാം. ഇതിൽ ഇരിക്കുമ്പോൾ നമുക്ക് അതായത് ഒരു താഴ്ന്ന സീറ്റിംഗ് പൊസിഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 705 mm ആണ് ഇതിൻ്റെ സീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് കാലൊക്കെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക, നമ്മൾ കമാൻഡിങ് പൊസിഷനിൽ എടുത്ത് ഓടിക്കുന്ന രീതിയിലുള്ളൊരു സീറ്റിംഗ് പൊസിഷനാണ് കൊടുത്തത്. നമ്മുടെ ഈ ഹാൻഡിൽ ബാറൊക്കെ വൈഡ് ആയതുകൊണ്ട് നമുക്ക് ഓടിക്കുമ്പോഴൊക്കെ നല്ല ഒരു ഫീൽ കിട്ടുന്ന രീതിയിലുള്ളൊരു ഇതാണ്, ഒരു പൊസിഷനാണ് കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ മിററൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രീമിയം ഫീൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള അങ്ങോട്ടുള്ള ലുക്കും വേണം. അതുപോലെ തന്നെ മീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപോകാം.
അപ്പോൾ നമ്മൾ ഇതിലിരിക്കുമ്പോൾ ഈ ഒരു രീതിയിലുള്ള ലുക്കിലാണ് നമുക്കിത് ഇരുത്തതിൻ്റെ പൊസിഷനൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ ബാർ, അതിന് മുമ്പേ ഇതിൻ്റെ ടാങ്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 ലിറ്ററിൻ്റെ വലിയൊരു ടാങ്ക് വന്നിട്ടുണ്ട്. അതിലിതാ ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഓപ്പണിങ് കൊടുത്തില്ല, ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ കീ ഹോൾ ഇവിടെ വരുന്നുണ്ട്. ഈ രീതിയിൽ ഇത് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യും, അത് ഫാൻസി ഫീച്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാൻഡിൽ ബാർ നോക്കുവാണെങ്കിൽ മിറർ, ആദ്യം തന്നെ പറയാനാണ് മിററാണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റിയിൽ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പിൻഭാഗം നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റും. പിന്നെ ഹാൻഡിൽ ഗ്രിപ്പൊക്കെ നല്ല രീതിയിൽ ട്രംഫിൻ്റെ ബാഡ്ജിങ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ട്രംഫിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അത് കാണാൻ പറ്റുന്നത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല പവർ ഫീൽ ചെയ്യുന്ന രീതിയിലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിലെ ലിവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ലിവറാണോ, അല്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനുണ്ടെന്ന്. ഇവിടെയാണ് ലിവറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻജിൻ കിൽ സ്വിച്ച്, അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ട് ബട്ടണൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബട്ടണാണ് നമ്മുടെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടണാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഹസാർഡിൻ്റെ ബട്ടൺ. ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ മറുഭാഗത്തേക്ക് പോകാം. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു മൊബൈൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, ഇത് ആഫ്റ്റർ മാർക്കറ്റാണ്. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ വലിയൊരു മിറർ, മറ സൈഡ് കണ്ട പോലത്തെ വലിയൊരു മിറർ, നല്ല വിസിബിലിറ്റിയുള്ള മിററാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഹാൻഡ് ഗ്രിപ്പൊക്കെ ഉള്ള രീതിയിൽ തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബട്ടൺസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഈ സൈഡിൽ പോവുകയാണെങ്കിൽ ഇത് നമുക്ക് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാനുള്ളൊരു ബട്ടണാണ്. ഇതിപ്പം DRL ഓണിലാണുള്ളത്. നമുക്ക് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാനുള്ള ബട്ടണാണിത്. ഇത് കൊടുക്കുമ്പോൾ DRLൻ്റെ വെളിച്ചം കുറച്ചൊന്ന് കുറയും. പിന്നെ ഐ ബട്ടൺ, നമ്മളുടെ ഈ മീറ്ററൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഐ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇൻഡിക്കേറ്റർ ബട്ടൺ, നോർമലായിട്ട് ഇൻഡിക്കേറ്റർ ബട്ടണും അതുപോലെ തന്നെ ഹോണിൻ്റെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയിൽ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, അതിൻ്റെ ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രൂസ് കൺട്രോൾ ബട്ടൺ കൂടാതെ ഈ മുൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇത് ഇവിടെ ഒരു ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പാസ് ബട്ടൺ, ഡിമ്മ് ബ്രൈറ്റ് പാസിൻ്റെ ബട്ടൺ ഇവിടെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലിവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ലിവറിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഹാൻഡിലുള്ളത്. ഇനി നമുക്ക് മറുഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ, മറുഭാഗത്തേക്കല്ല ഇതിൻ്റെ സെൻറ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ ട്രംഫിൻ്റെ ഡീറ്റെയിലിംഗ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഒരു ട്രംഫിൻ്റെ ബാഡ്ജിങ്, അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രംഫിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ട്രംഫ് മോട്ടോർ സൈക്കിൾ ലിമിറ്റഡ് എന്ന് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് ബോൺ വില്ലേൻ്റെ ബാഡ്ജിങ് ഒക്കെ കൊടുത്തു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മീറ്റർ കൺസോളാണിത്. ഇത് ഓൺ ചെയ്യാനാണ് കീ, നേരത്തെ കാണിച്ച സ്ഥലത്താണ് കീ, അതായത് സൈഡിലാണ്. അത് ഓൺ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ഇത് ഓണായി വരുന്നത്. സ്പീഡോമീറ്റർ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഒക്കെ ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ DRL ഓണായി കിടക്കുന്നതിൻ്റെ ഇൻഡിക്കേഷനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ, അതിൽ ഫ്യൂവൽ ഗേജും അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, RPM, പിന്നെ മോഡ്. ഇതിപ്പോൾ റോഡ് മോഡിലാണുള്ളത്. ട്രെയിനും റോഡ് 2 ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്, അത് 2 ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മീറ്ററിൽ ഉൾപ്പെടുത്തിയില്ല. അതുകൂടാണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ ഇൻഡിക്കേഷൻ ഇവിടെയും, ഇത് ഹെഡ്ലൈറ്റ് ബ്രൈറ്റിൻ്റെ ഇൻഡിക്കേഷൻ, അതുപോലെ തന്നെ ന്യൂട്രലിൻ്റെ ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ ഇതിലിരിക്കുമ്പോൾ ഒരു ഹെവി ആയിട്ടുള്ള വണ്ടിയിലിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടീൻ്റെ ഓവറോൾ പറയുകയാണെങ്കിൽ 1200 cc ഉള്ള ഒരു പാരലൽ ടിൻ എഞ്ചിനുള്ള ഒരു അടിപൊളി വണ്ടിയാണിത്. നമ്മുടെ ഈ ഒരു കാർ, അത് ഇന്ത്യൻ കാറിൻ്റെ റേഞ്ചിലാണ് ഈ ഒരു വണ്ടിയുടെ പവർ ഫിഗേഴ്സ് ഒക്കെ വരുന്നത്. 78 bhp, അതുപോലെ തന്നെ ടോർക്ക് വരുവാണ് 106 Nm ടോർക്കും വരുന്ന വലിയ അത്യാവശ്യം ഹെവി ആയിട്ടൊരു വണ്ടിയാണിത്. ഇതിൻ്റെ സേഫ്റ്റി പറയുകയാണെങ്കിൽ ABS, ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ തന്നെ ക്രൂസ് കൺട്രോളും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ABS ഇതിൻ്റെ കാര്യങ്ങളിൽ. പിന്നെ റൈഡിംഗ് മോഡ്സ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോഡും അതുപോലെ തന്നെ റെയിനും, ഇങ്ങനെ 2 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. സാധാരണ നമ്മൾ എല്ലാ വണ്ടിയുടെ എഞ്ചിൻ സൗണ്ട് കേൾക്കാറുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ സൗണ്ട് കേട്ട് നോക്കാം. ഇവിടെയാണ് ഇതിൻ്റെ കീ ഓൺ ചെയ്യുന്ന ഇത് വരുന്നത്. നമുക്കിത് കീ ഓൺ ചെയ്യാം. കീ ഓൺ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ നമ്മൾ ഈ സൈഡ് സ്റ്റാൻഡ്, ഇപ്പോഴുള്ള എല്ലാ വണ്ടികൾക്കും വരുന്ന സൈഡ് സ്റ്റാൻഡിൻ്റെ ഇത് വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ വണ്ടി ഓഫായി പോകുന്ന ഇത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡ്രൈവ്, ചെയിൻ ഡ്രൈവാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഓവറോൾ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കി. ഇനി നമുക്കിതൊന്ന് ഓടിച്ചു നോക്കാം. ഓടിച്ചു നോക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കി എക്സ്പീരിയൻസ് നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ഓടിക്കുമ്പോൾ ഇത് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പവർ ഉണ്ട്. ജസ്റ്റ് ഫുൾ ക്ലച്ച് വിടുമ്പോൾ തന്നെ വണ്ടി അങ്ങ് തെറിക്കുകയാണ് ചെയ്യുന്നത്. ഫുൾ ക്ലച്ച് വിടാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല, അത്രക്കും ഇതുണ്ട്. ഇത് നമ്മൾ ക്ലച്ച് വിടുമ്പോൾ തന്നെ, പിന്നെ ബാക്കിലത്തെ ആൾക്കാർ എത്ര സേഫാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ക്ലച്ച് വിടുമ്പോൾ തന്നെ ബാക്കിലത്തെ ആൾക്കാർ മറിഞ്ഞങ്ങ് വീഴും. പിന്നെ അത്യാവശ്യം വെയിറ്റ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റുള്ള വണ്ടിയാണ്. ചെരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. പിന്നെ സീറ്റിങ് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഡ്രൈവർ സീറ്റാണ്. നമ്മൾ ബാക്കിലൊരു സ്റ്റോപ്പർ പോലത്തെ ഒരു ഇതൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് നല്ല രീതിയിലൊരു സപ്പോർട്ട് തരുന്നുണ്ട്.
സെക്കൻഡ് എത്തുവാണെങ്കിൽ നമുക്ക് പറക്കാം. ഇതിപ്പോൾ ഈ ഒരു റോഡിൽ നമുക്ക് സെക്കൻഡ് തേർഡ് വരെ ഇടാൻ പറ്റുന്നുള്ളൂ, അതിന് മേലെ ഇടാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത്രയും ഹെവി ആയിട്ടുള്ളൊരു എഞ്ചിൻ ആയതുകൊണ്ട് അത്രയും സ്പീഡ് കയറും. പിന്നെ ബ്രേക്കിംഗ് ഒക്കെ പക്കയാണ്. നമ്മുടെ ABS-ഉം ട്രാക്ഷൻ കൺട്രോളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ബ്രേക്കിംഗ് ഒന്നും പേടി ചെയ്യുന്ന രീതിയിലില്ല, നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. വണ്ടിയുടെ CC കൂടുതലായതുകൊണ്ട് നോർമലി എഞ്ചിൻ ഹീറ്റ് അത്യാവശ്യം ഉണ്ട്. അത് നോർമലി ഇങ്ങനത്തെ ഒരു CCയുടെ കൂടിയ വണ്ടികൾക്കൊക്കെ എഞ്ചിൻ ഹീറ്റ് ഉണ്ടാവും. അത് ലോ സ്പീഡിൽ ചെറിയ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അത് നോർമലാണ്, അത് എടുത്ത് പറയുന്നില്ല. എന്നാലും ഹീറ്റ് ഉണ്ട്, അത്യാവശ്യം ഹീറ്റുള്ള ഒരു എഞ്ചിനാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു റിവ്യൂ? ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ പക്കാ സ്റ്റോക്ക് അല്ല, ഇത് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വണ്ടിയുടെ വിശേഷങ്ങളായി കാണാം. അതുവരെ ബൈ.